ഹലോ, എല്ലാവരുടെ ഒരു പ്രശ്നമാണല്ലേ തലമുടി കൊഴിയുന്നത്. അപ്പോൾ തലമുടി കൊഴിയാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും. എൻ്റെ തലമുടി ഒരിക്കൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2017-18 കാലഘട്ടങ്ങളിൽ എൻ്റെ തലമുടിയും നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തലമുടി കൊഴിയാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന് രണ്ട് കാരണങ്ങൾ എനിക്ക് ആ സമയത്ത് അറിയായിരുന്നു. ബാക്കി കാരണങ്ങളൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. അപ്പോൾ ഇതുപോലുള്ള കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യുവാനോ അല്ലെങ്കിൽ പരിഹരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ യോജിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകുവാനോ ഒക്കെ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തലമുടി കൊഴിച്ചിലൊക്കെ കുറച്ച് നല്ല രീതിയിൽ തലമുടി വളരാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ തലമുടി കൊഴിയാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കാരണങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എങ്കിലാണ് ഞാൻ ഇനി മുതലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ പറയുന്നത് എൻ്റെ തലമുടി കൊഴിയാനുണ്ടായ കാരണങ്ങളെ കുറിച്ചാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ തലമുടി കൊഴിഞ്ഞതിന് ശേഷം ഈ കാണുന്നത്രയും തലമുടി എങ്കിലും തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത വീഡിയോ. അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ തലമുടി കൊഴിഞ്ഞതെന്ന് ഞാൻ വിശദീകരിക്കാം. എൻ്റെ തലമുടി കൊഴിയുവാനായിട്ടുള്ള ഒന്നാമത്തെ കാരണം സ്ട്രെസ്സായിരുന്നു. സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അതായത് കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സുകൾ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. എന്നാൽ എനിക്കിഷ്ടമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോവേണ്ട ഒരു 2 വർഷങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് ആ സ്ട്രെസ് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ താങ്ങാൻ പറ്റാവുന്നതിലധികം സ്ട്രെസ് അനുഭവിച്ച ഒരു സമയത്തായിരുന്നു എൻ്റെ തലമുടി ക്രമാതീതമായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. തലമുടി കൊഴിയാനായിട്ടുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഹൈപ്പർ തൈറോയിഡായിരുന്നു. ഈ തൈറോയിഡ് ഉണ്ടെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. നമുക്ക് പലപ്പോഴും അത് നമുക്കുള്ള അസുഖങ്ങളൊന്നും നമുക്ക് കൃത്യസമയത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അസുഖങ്ങൾ കൃത്യസമയത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കരുതുന്നത്. തൈറോയിഡ് ഉണ്ടെന്നുള്ളതൊന്നും ആദ്യം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ തലമുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മളപ്പോൾ സ്ട്രെസ്സിന് ഒക്കെ ആയിട്ടുള്ള മരുന്നുകൾ അങ്ങനെ ഒക്കെ ഉറങ്ങാനൊക്കെ ആയിട്ടുള്ള ഗുളികകളൊക്കെ കഴിച്ചു നോക്കി. പക്ഷെ അന്നേരം ഒന്നും ഉറക്കമൊന്നും വരുന്നില്ല. ഇങ്ങനെ അപ്പോൾ നമ്മൾ അതിനുള്ള മരുന്നുകൾ കഴിച്ചിട്ടൊന്നും അത് ഭേദമാകാഞ്ഞിട്ട് നമ്മൾ തന്നെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. എക്സസൈസ് ചെയ്യുന്നു, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അസുഖങ്ങൾ ഒരു വഴിയെ കിടക്കുമ്പോൾ നമ്മൾ എത്ര ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താലും നല്ല കറക്റ്റായിട്ട് കൊണ്ടുപോയാലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുടി കൊഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പീരീഡ്സ് ഇറഗുലറായിട്ട് വരുന്നത് കാരണം ഗൈനക്കോളജിസ്റ്റിനെ കാണുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് സ്കാൻ ചെയ്യാൻ പറയും. ആ സ്കാനിങ്ങിൽ ചെറുതാണെങ്കിലും മൾട്ടി ഫൈബ്രോയിഡ്സ് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഒരു 2005 എനിക്ക് വയറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായി സ്കാൻ ചെയ്തപ്പോൾ അന്നത്തെ ഡോക്ടറും പറഞ്ഞത് ചെറിയ ഫൈബ്രോയിഡ് ഉണ്ട്, പക്ഷെ അതൊന്നും പ്രശ്നമില്ല, അത് കുഴപ്പമില്ല, അത് തനിയെ അങ്ങ് പോയിക്കോളും എന്ന് അന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് കെയർ ചെയ്തില്ല. അപ്പോൾ 2005 മുതൽ ഈ 2018 എന്ന് പറയുമ്പോൾ ഒരു 13 വർഷം കൊണ്ട് ഇത് എത്രമാത്രം വലുതായി കാണും. അപ്പോൾ അന്ന് അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നെങ്കിൽ, കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ 2018 കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഫൈബ്രോയിഡ് ഉണ്ട് എന്നറിയുകയാണ്. പക്ഷെ അപ്പോഴും ആ ഡോക്ടറും പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കണ്ട, ഇത് ഇനി സൈസ് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിലവിൽ ഫൈബ്രോയിഡ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, തൈറോയിഡ് ഉണ്ട്. ഈ തൈറോയിഡ് ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഉറക്കമൊക്കെ വരാതെ കിടക്കുമ്പോൾ ഈ കാലിലെ മസിൽ ഉരുണ്ട് കയറുന്നു, വേദനയാണ്, നമുക്കൊന്നും വേറെ അതിനൊരു പരിഹാരമില്ല. അങ്ങനെയായിട്ട് ജനറൽ ഫിസിഷ്യനെ കാണാനായിട്ട് ഈ സെയിം ഹോസ്പിറ്റലിൽ തന്നെ, ഗൈനക്കോളജിസ്റ്റിനെ കണ്ട അതേ ഹോസ്പിറ്റലിൽ തന്നെ ജനറൽ ഫിസിഷ്യനെ കാണുകയാണ് കാലുവേദനയ്ക്ക് കേട്ടോ. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ തൈറോയിഡൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. TSH ആയിരുന്നു ചെക്ക് ചെയ്തത്, അത് നോർമലായിരുന്നു. TSH ലെവൽ നോർമലായിരുന്നു. അപ്പോൾ ഈ ജനറൽ ഫിസിഷ്യനെ കാണുമ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് തൈറോയിഡിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു പക്ഷേ കാലുവേദന, ഈ മസിൽ ഉരുണ്ട് കയറുന്നത് ഒക്കെ ഈ തൈറോയിഡ് കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ആകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ്, ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് തൈറോയിഡ് ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ. പിന്നെ തൈറോയിഡിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു. അത് അവർ പറഞ്ഞ അളവിലുള്ള ടാബ്ലറ്റുകളൊക്കെ കഴിച്ചു പോരുന്നു. അങ്ങനെ തൈറോയിഡിനുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടുണ്ട്. സ്ട്രെസ് കുറഞ്ഞിട്ടില്ല, ഫൈബ്രോയിഡ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ തലമുടി കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തലമുടി കൊഴിയുമ്പോൾ ഈ കൊഴിയ മാത്രമല്ല, തലമുടിയുടെ സ്ട്രക്ചർ മൊത്തം മാറിപ്പോയി.
പണ്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ നല്ല ആരോഗ്യമുള്ള നല്ല കട്ടിയുള്ള തലമുടിയായിരുന്നു. നല്ല തലമുടിയുള്ള പാരമ്പര്യം തന്നെയായിരുന്നു. അമ്മയുടെ ചേച്ചിമാർക്ക്, അമ്മയ്ക്ക്, ഞങ്ങളുടെ കസിൻ സിസ്റ്റേഴ്സിന് എല്ലാവർക്കും നല്ല രീതിയിൽ തലമുടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. ഹെയർ ഓയിൽ ഡെയിലി തേക്കും. ഇപ്പം ഈ അവസ്ഥയിൽ ഹെയർ ഓയിൽ തേക്കുന്നുണ്ടായിരുന്നു. ഹെയർ ഓയിൽ ഡെയിലി തേക്കും. അതുപോലെ ചെമ്പരത്തിയുടെ താളി, കറ്റാർവാഴയൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. മുട്ടയുടെ വെള്ളം ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പരിചരണമൊന്നും ഇല്ലാതെ തലമുടി വളർന്നുകൊണ്ടിരുന്നു. അത്രയും നാളുള്ള ഒരു സ്ട്രക്ചർ അല്ല. തലമുടിയുടെ സ്ട്രക്ചർ മാറുകയാണ്. കട്ടി കുറഞ്ഞ് ചകിരിനാര് പോലെ ഈ തലമുടിയുടെ സ്ട്രക്ചർ മാറുകയാണ്. ഒട്ടും കട്ടിയില്ലാതെയാവുകയാണ്. മുടി കെട്ടി വെക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് പോയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു പാർലറിലെ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി മുടി വെട്ടിക്കഴിഞ്ഞാൽ വളരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചേച്ചി ചെക്ക് ചെയ്യുമ്പോൾ പറയുവാണ്, ഈ തലമുടി ഇനി ഒന്നും കൊള്ളില്ല, അത്രയ്ക്ക് ഇത് ഡാമേജ് ആയിപ്പോയി. അങ്ങനെ പറഞ്ഞത് നമ്മൾ ലെയർ കട്ട് ചെയ്തു. കാരണം ലെയർ കട്ട് ചെയ്യുമ്പോൾ എല്ലാ അറ്റത്തും തുമ്പൊക്കെ നന്നായിട്ട് വെട്ടാൻ പറ്റും. അങ്ങനെ എല്ലായിടത്തും തുമ്പ് കട്ട് ചെയ്യത്തക്ക രീതിയിൽ, പൊട്ടിപ്പോയടത്തേക്കും തുമ്പ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ കൂടെ ലെയർ കട്ടിങ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് മുടി വളർത്താം എന്നുള്ള ഞാനൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനൊരു സ്വയം ഒന്ന് ബോൾഡായി എൻ്റെ തലമുടി വളർത്തി കൊണ്ടുവന്നേ പറ്റൂ എന്ന്. പക്ഷെ ഇങ്ങനെ തലമുടിയൊക്കെ വെട്ടിക്കളഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പരിഹാസമൊക്കെ കേട്ടു കേട്ടോ. ഫാഷൻ കാണിക്കുവാണ്, വയസ്സാം കാലത്ത്, അതായത് 38 വയസ്സുള്ളപ്പോൾ വയസ്സാം കാലത്ത് ചെറുപ്പക്കാരെ പോലെയൊക്കെ നടക്കുവാണെന്നൊക്കെ ഞാൻ കേട്ടു. നമ്മുടെ കൂടെ തന്നെ ഉള്ളവരെല്ലാം അറിയാവുന്നത്, നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ പോലും നമ്മളെ കുറ്റപ്പെടുത്തി പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനൊന്നും ആരോടും പരാതിയോ പരിഭവമോ ഒന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്കറിയായിരുന്നു എൻ്റെ തലമുടി പോയാലും അത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലുള്ള കുറച്ച് എണ്ണകളൊക്കെ തേച്ച് നോക്കി. പക്ഷെ എനിക്ക് അതിനൊന്നും ഒരു റിസൾട്ട് ഇല്ല. കോസ്മെറ്റിക് ക്ലിനിക്കിൽ കാണിച്ചു, ഒരു പ്രയോജനമില്ല. ഒരുപാട് പൈസ ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള സെറം, അതുപോലെ തന്നെ ക്രീമുകളൊക്കെ ഉണ്ട്, ഗുളികകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പൈസയാവും ഓരോ കൺസൾട്ടേഷനും. പക്ഷെ എനിക്കൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കഴുത്തിന്റെ ഡിസ്കിന് തേയ്മാനം ഉണ്ടെന്ന് അറിയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ, അതിന് മുമ്പ് തന്നെ നമുക്ക് കൈക്ക് ഒരു ചെറിയ ഡാമേജ് പറ്റി. ഓഫീസിൻ്റെ ഒരു ഷട്ടർ വലിച്ചു പൊക്കിയതാണ്. അപ്പോൾ കൈക്ക് ഡാമേജ്, അപ്പോൾ നമുക്ക് കൂടുതൽ തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിട്ട് എല്ലാ രീതിയിൽ കൊണ്ടും എൻ്റെ തലമുടി നല്ല രീതിയിൽ കൊഴിഞ്ഞു പോയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ തലമുടി കൊഴിഞ്ഞു പോകാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ജീവിത തിരക്കിൽ ഞാൻ എൻ്റെ തലമുടി ഒന്നും ശ്രദ്ധിക്കാതെ, എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെയൊക്കെ ഞാൻ അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയതാണ്. എന്നെ ശ്രദ്ധിക്കാതെ പോയതായിരുന്നു എൻ്റെ തലമുടി കൊഴിയാനായിട്ടുള്ള ഒരു കാരണം. പിന്നീട് എനിക്ക് എൻ്റെ ഒരു 40കളിലൊക്കെയാണ് എനിക്ക് എന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു സമയം കിട്ടിത്തുടങ്ങിയത് കേട്ടോ. അപ്പോൾ പലരും 40കൾ എന്നുള്ള വയസ്സുകളെ കുറിച്ച് പലരും കവിത പോലും എഴുതിയിട്ടുണ്ട്, പല വരികളും ഞാൻ വായിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു അത് സത്യമാണ്. 40കൾക്ക് ഇപ്പുറം നമുക്കൊരു ജീവിതം കൂടി ഉണ്ടെന്ന് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തലമുടി കൊഴിയാനായിട്ടുള്ള പ്രധാന കാരണക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കില്ല. അപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു, സ്ട്രെസ് ഉണ്ടായിരുന്നു, ഉറക്കക്കുറവുണ്ടായിരുന്നു, വിഷാദം ഉണ്ടായിരുന്നു, ഫൈബ്രോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഫൈബ്രോയിഡ് ഇപ്പോഴും ഉണ്ട്. അത് മരുന്നൊന്നും കഴിച്ച് മാറിയിട്ടില്ല. സൈസ് ഒരുപാട് വലുതാവാതെ അങ്ങനെയൊക്കെ നിൽക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ മെനോപോസിൻ്റെ ഒരു സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. 44 വയസ്സായി. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് പോവട്ടെ, തീരെ പറ്റാതെ ആവുകയാണെങ്കിൽ സർജറി ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫൈബ്രോയിഡ് ഒന്നും നമ്മുടെ ഒരു 40 വയസ്സിലൊന്നും പെട്ടെന്ന് നമുക്ക് ഉണ്ടായി വരുന്നതൊന്നുമല്ല. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ പ്രസവമൊക്കെ നിർത്തുന്നതിന് ശേഷം നമ്മുടെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഏജിൽ നമുക്ക് കിട്ടിത്തുടങ്ങുന്നതാണ്. അത് ഈ വയസ്സാങ്കാലത്ത് 35 വയസ്സിലോ 40 വയസ്സിലോ ഒന്നും കിട്ടുന്നതല്ല കേട്ടോ. അപ്പോൾ ചെറുപ്പകാലത്ത് തുടങ്ങി അതിനുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, എനിക്ക് പറയാനുള്ളതൊരു 30 വയസ്സൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ മുടി കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തൈറോയിഡിൻ്റെ ഒരു ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടോയെന്നൊന്ന് സ്കാനിങ് ഒക്കെ ചെയ്യണം കേട്ടോ. ഈ ചെറുപ്രായത്തിലൊക്കെ പ്രസവമൊക്കെ നിർത്തി നമ്മൾ നല്ല യങ് ആയിട്ടിരിക്കുന്നു, നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഏജൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ഫൈബ്രോയിഡൊക്കെ ഉണ്ടാവുന്നത്. അതെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇങ്ങനെ തലമുടി ഈ രീതിയിലെല്ലാം കൊഴിഞ്ഞു പോയി അങ്ങനെ തലമുടി വെട്ടി. അപ്പോൾ അങ്ങനെ തലമുടി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കാരണങ്ങൾ, തലമുടി കൊഴിയാൻ എനിക്കുണ്ടായ കാരണങ്ങളാണ്. നിങ്ങൾക്കതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു മനസ്സും ഉണ്ടായിരുന്നില്ല, ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കിട്ടുന്ന ഫുഡ് കഴിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിലൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ അതും കാര്യമായിട്ട് തലമുടി കൊഴിച്ചിലിനെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് തലമുടി കൊഴിയാനുണ്ടായിട്ടുള്ള കാരണങ്ങളെ കുറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ തലമുടി കൊഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക്